അമ്മേ, എന്താ അപ്പു, നീ ഇതുവരെ കണക്ക് ചെയ്ത് തീർന്നില്ലേ? അല്ലമ്മേ, ഈ 8ൽ നിന്ന് -2 കുറയ്ക്കുമ്പോ എങ്ങനെയാ 10 കിട്ടുന്നത്? നിനക്ക് 10 ഉത്തരം കിട്ടിയില്ലേ? അത് ശരിയാ, എനിക്കിത് മനസ്സിലായി. ഗണിതശാസ്ത്ര പഠനം നീ പോയി നിന്റെ പണ്ടു മുതൽക്കേ സാധാരണക്കാരന് വിരസമായ ഒരനുഭവമായിരുന്നു. ഇന്ന് ഏറെ വിദ്യാർത്ഥികൾക്കും ഒരു പേടി സ്വപ്നമാണ് കണക്ക്. ഈ ദുസ്ഥിതി മാറണമെങ്കിൽ ഗണിതശാസ്ത്രത്തെ ഒരു കലയായി കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കണം. അധ്യാപകൻ ഒരു നല്ല കലാകാരനും ഒരു മാന്ത്രികനുമായി മാറണം. പാട്ടിലൂടെ, കളിയിലൂടെ കണക്കിനെ അറിയാനും സ്നേഹിക്കാനും അവർക്ക് കഴിയണം. പാട്ടിലൂടെ കണക്കിനെ പാട്ടിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഗണിതം ഒരു സംഗീതം പോലെ. ഈ പാട്ടുകൾ കേൾക്കുക, ആസ്വദിക്കുക, അതോടൊപ്പം ഇതിലെ കുസൃതി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ഗണിതം ഒരു സംഗീതം പോലെ. ഗണിതവും സംഗീതവും തമ്മിലുള്ള ബന്ധം 2500 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഗണിതശാസ്ത്രജ്ഞനായ പൈതഗോറസ് കണ്ടെത്തിയിരുന്നു. സംഖ്യകളെ ആരാധിക്കുകയും അവയിലൂടെ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്ത ബഹുമുഖനായ ഈ പ്രതിഭാശാലി ഗണിതശാസ്ത്രത്തിൻ്റെ ബലിവേദിയിൽ യവന സംസ്കാരം കാഴ്ചവെച്ച അനശ്വരമായ ഒരു പൂജാപുഷ്പമത്രേ. 2500 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ നിറം മങ്ങിയിട്ടില്ല, സുഗന്ധം കുറഞ്ഞിട്ടുമില്ല. ഗണിതം ഒരു സംഗീതം പോലെ. കേൾക്കുന്നില്ലേ നിങ്ങൾ ആ മണിനാദം? ഗ്രീസിൽ ഒരാരാധനാലയത്തിൽ കേൾക്കുന്നില്ലേ നിങ്ങൾ ആ മണിനാദം? ഗ്രീസിൽ ഒരാരാധനാലയത്തിൽ കാണുന്നില്ലേ നിങ്ങൾ ആ ബലിവേദിയിൽ സംഖ്യാദൈവങ്ങളല്ലോ? കാണുന്നില്ലേ നിങ്ങൾ ആ ബലിവേദിയിൽ സംഖ്യാദൈവങ്ങളല്ലോ? ഒന്നു തൊട്ടൊൻപത് അക്കങ്ങളല്ലയോ ആ ബലിവേദിയിൽ ദൈവങ്ങൾ? ആദ്യന്തമില്ലാത്ത സൃഷ്ടിപ്രവാഹത്തിനാധാരമല്ലയോ നിങ്ങൾ? ഒന്നു തൊട്ടൊൻപത് അക്കങ്ങളല്ലയോ ആ ബലിവേദിയിൽ ദൈവങ്ങൾ? ആദ്യന്തമില്ലാത്ത സൃഷ്ടിപ്രവാഹത്തിനാധാരമല്ലയോ നിങ്ങൾ? എണ്ണിയാൽ തീരാത്ത സംഖ്യകൾക്കെല്ലാം ജന്മം കൊടുത്തവരല്ലേ? എണ്ണിയാൽ തീരാത്ത സംഖ്യകൾക്കെല്ലാം ജന്മം കൊടുത്തവരല്ലേ നിങ്ങൾ? എണ്ണൽ സംഖ്യകളല്ലേ? 2500 ആണ്ടുകൾക്കിപ്പുറം ഇന്നും പ്രതിധ്വനിക്കുന്നു ഗണിത ഗവേഷകൻ പൈതഗോറസിന്റെ ശബ്ദം. ആവയോവൃദ്ധന്റെ ശബ്ദം, ആവയോവൃദ്ധന്റെ ശബ്ദം. ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോഴുണ്ടാകുന്ന ദുഃഖം പറഞ്ഞറിയിക്കാനാവില്ല. അതാ ആ മരച്ചില്ലയിൽ ഒറ്റയ്ക്കിരുന്ന് പാടിക്കരയുന്ന ആ കിളിയുടെ സങ്കടം എന്താണെന്നറിയണ്ടേ? ഒരു മരച്ചില്ലയിൽ ഒറ്റയ്ക്കൊരു കിളി
ഒരു മഴക്കാലത്ത് ഞാനും എൻ കൂട്ടരും ഈ മരച്ചില്ലയിൽ കൂടുകൂട്ടി. ഒരു മഴക്കാലത്ത് ഞാനും എൻ കൂട്ടരും ഈ മരച്ചില്ലയിൽ കൂടുകൂട്ടി. ഒരു മരച്ചില്ലയിൽ ഒറ്റയ്ക്കൊരു കിളി പാടിപ്പറഞ്ഞു കരഞ്ഞിടുന്നു. മാമ്പഴക്കാലത്ത് ഞങ്ങളിലൊരു കിളി കൂടുവിട്ടെങ്ങോ പറന്നു പോയി. മാമ്പഴക്കാലത്ത് ഞങ്ങളിലൊരു കിളി കൂടുവിട്ടെങ്ങോ പറന്നു പോയി. കൊയ്ത്തുകാലം വന്നു ഞങ്ങളിൽ പാതിയും പാടത്തലഞ്ഞു മറഞ്ഞു പോയി. കൊയ്ത്തുകാലം വന്നു ഞങ്ങളിൽ പാതിയും പാടത്തലഞ്ഞു മറഞ്ഞു പോയി. പാടത്തലഞ്ഞു മറഞ്ഞു പോയി. പിന്നൊരു വേനലിൽ എന്നെ തനിച്ചാക്കി മൂന്നു പേർ ദേശാടനത്തിനു പോയി. പിന്നൊരു വേനലിൽ എന്നെ തനിച്ചാക്കി മൂന്നു പേർ ദേശാടനത്തിനു പോയി. കൂടെ പറക്കുവാനാവാതെ ഞാനിന്നീ ചില്ലയിലാരെയോ കാത്തിരിപ്പു. കൂടെ പറക്കുവാനാവാതെ ഞാനിന്നീ ചില്ലയിലാരെയോ കാത്തിരിപ്പു. ചില്ലയിലാരെയോ കാത്തിരിപ്പു. ചില്ലയിലാരെയോ കാത്തിരിപ്പു. ഞങ്ങൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് പറയാമോ? അഞ്ചല്ല, എന്താ കിട്ടിയില്ലേ? സാരമില്ല, ഞാൻ പറഞ്ഞു തരാം. നമുക്കൊന്ന് പുറകിൽ നിന്ന് ആലോചിച്ചു നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ ഒറ്റയ്ക്കാണെന്ന്. എനിക്ക് മുൻപ് വേനലിൽ 3 പേരല്ലേ പറന്നുപോയത്. അപ്പോൾ എത്രയായി? 1 3 4. പിന്നെയോ ബാക്കിയുള്ളതിന്റെ പകുതിയല്ലേ പോയത്. അപ്പോൾ 4നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 8. ശരിയല്ലേ കൂട്ടുകാരെ? പിന്നെ ആദ്യം മാമ്പഴക്കാലത്ത് എന്നെ വിട്ടുപോയ ഒരാളെ കൂടി കൂട്ടുമ്പോൾ 8ഉം 1ഉം 9. ഇപ്പോൾ ഞങ്ങൾ എത്രയെന്ന് കിട്ടിയില്ലേ? ഞങ്ങളുടെ ഗണിതശാസ്ത്ര ക്ലബ്ബായ സ്പന്ദനത്തിന്റെ ഈ കൊച്ചു കലാപരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. ഈ നൃത്താവിഷ്കാരത്തിന് ഞങ്ങളെ സഹായിച്ച കൊല്ലം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിൽ നിന്ന് വിരമിച്ച ശ്രീമതി മേഴ്സി ടീച്ചറിനോട് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. കണക്ക്
ഇന്ന് മിക്ക കുട്ടികൾക്കും ഒരു ബാലികേറാമലയായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആവരുത്. ഒരു കാട്ടരുവിയായി, തെളിനീരുറവയായി നിങ്ങളുടെ കൊച്ചു മനസ്സുകളിലൂടെ താളം തുള്ളി അതങ്ങനെ ഒഴുകി നടക്കണം. ആ താളത്തിൽ ഒരു കുസൃതിക്കള്ളനെ, എക്സ് എന്ന കള്ളനെ ഓടിച്ചിട്ട് പിടിക്കാൻ ഇതാ നിങ്ങൾക്കൊരവസരം. ഈ സമവാക്യം ഒരു നിമിഷം ശ്രദ്ധിക്കൂ. ഒന്ന് കുറിച്ചു വയ്ക്കൂ. 3x + 1 ഭാഗം 4 സമം 7. 3x + 1 the whole divided by 4 is equal to 7. ആരായിരിക്കാം ഈ കള്ളൻ? നമുക്ക് ഈ കള്ളനെ ഒന്ന് കണ്ടുപിടിക്കാം. ഇവരെങ്ങനെ ഇവിടെ എത്തിയെന്നറിയണ്ടേ? മൂന്നിനെ മുന്നേ ഗുണിച്ചു കെട്ടി, ഒന്നിനെ കൂട്ടത്തിൽ കൂട്ടിക്കെട്ടി, ഒത്തൊരുമിച്ചൊരു കെട്ടുകെട്ടി, 4 കൊണ്ടങ്ങു അരിച്ചു കെട്ടി. തുല്യമായപ്പോൾ ഒരേഴു കിട്ടി, പാലത്തിനക്കരെ കാത്തു നിൽപ്പൂ. പാലം കടത്തിടണം. എങ്ങനെ പാലം കടത്തിടണം? ആരെയാണ് ആദ്യമായി കൊണ്ടുപോകാം? 4നെ 1നെ 3നെ ഇക്രമം കെട്ടടിച്ചക്കരെ കൊണ്ടുപോകാം. പാലം കടക്കോളം നാരായണ, ഇവർ പാലം കടന്നപ്പോൾ കാലുമാറി. നാലോടിച്ചെന്നു ഗുണിച്ചുകൂടാ, ഒന്നിനപ്പോഴോ കുറയാൻ മോഹം. ഇക്കരെ നിന്ന് 3 നോക്കി, അക്കരെ ഒത്തൊരു കൂട്ടുകാരൻ. ഒത്തൊരു സംഖ്യ ഇവനെ വെട്ടാം, ചിന്തിച്ച് 3 ഹരിക്കാൻ കൂടി. കള്ളനും 9 എക്സെന്ന കള്ളനും 9 എക്സെന്ന കള്ളനും 9. മേഴ്സി പീറ്റേഴ്സ് മാത്തമാറ്റിക്കൽ ചെസ്. ഗണിത ചതുരംഗം. എന്താണ് ഗണിത ചതുരംഗം? കളിയിലൂടെ പഠിക്കാമെന്ന തത്വത്തിലൂടെ നെഗറ്റീവ് സംഖ്യകൾ കടന്നുവരുന്ന ബീജഗണിതം അഥവാ അൾജിബ്രയിലേക്കുള്ള സുഗമമായ വഴിയൊരുക്കുന്ന രസകരവും ലളിതവുമായ കമ്പ്യൂട്ടർ ഗെയിമാണ് മേഴ്സി പീറ്റേഴ്സ് മാത്തമാറ്റിക്കൽ ചെസ് അഥവാ ഗണിത ചതുരംഗം. UK, കുവൈറ്റ്, മസ്കറ്റ്, അബുദാബി തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ പ്രമുഖ സ്കൂളുകളിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രചാരം നേടിയ കമ്പ്യൂട്ടർ ഗെയിമായ മേഴ്സി പീറ്റേഴ്സ് മാത്തമാറ്റിക്കൽ ചെസ്സിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരം, NCERT 2003 അവാർഡ്, എഡ്യൂക്കേഷൻ ഒബ്സർവർ മാത്തമാറ്റിക്കൽ ഇൻവെൻഷൻ ഓഫ് ദ ഇയർ 2004, വോൾട്ട് അവാർഡ് ഫോർ എക്സലൻസ് ഇൻ ടീച്ചിങ് എന്നിവ ലഭിച്ചു. 30 വർഷത്തെ അധ്യാപന പരിചയവും ഗവേഷണ പാഠവും കോർത്തിണക്കി മേഴ്സി പീറ്റർ തയ്യാറാക്കിയ കമ്പ്യൂട്ടർ ഗെയിമായ മേഴ്സി പീറ്റേഴ്സ് മാത്തമാറ്റിക്കൽ ചെസ്സിനായി വിളിക്കുക 9447
94333803 അല്ലെങ്കിൽ mpchess@gmail.com മെയിൽ ചെയ്യുക. മേഴ്സി പീറ്റേഴ്സ് മാത്തമാറ്റിക്കൽ ചെസ്.